ഹായ്, പത്തനംതിട്ടയാണ്. പത്തനംതിട്ട ശബരിമല ഇടത്താവളത്തിൽ അവിടെ ഒരു താജ്മഹലൊക്കെ പണിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത് സംഭവം എന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ വന്ന വഴിക്ക് കണ്ടതാണ്. കയറി നോക്കാം. ഞാൻ ഈ സംഭവം ഒന്നും അറിഞ്ഞില്ലായിരുന്നു. എന്നെ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു പത്തനംതിട്ട താജ്മഹൽ അങ്ങാണ്ട് പണിഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ശബരിമല ഇടത്താവളത്തിലാണെന്ന് ഇപ്പോഴും വന്ന വഴിക്കാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഒന്ന് നോക്കാൻ പറഞ്ഞു. അപ്പം നമുക്ക് നോക്കിയേക്കാം. ഇവിടെ താജ്മഹൽ ഉണ്ടെങ്കിൽ അതെന്ത് സംഭവം എന്നറിയണമല്ലോ. നമ്മൾ കയറി വരുമ്പം തന്നെ താജ്മഹലിൻ്റെ ഒരു രൂപമാണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് രാത്രിയുടെ വെളിച്ചത്തിൽ ഈ താജ്മഹലിൻ്റെ രൂപം കാണാൻ വല്ലാത്ത ഭംഗിയാണ്. അതിൻ്റെ മുന്നിൽ നൃത്തം ചെയ്യുന്ന ആ വാട്ടർ ഫൗണ്ടൻ കൂടി ആയപ്പോൾ കാഴ്ച അതിമനോഹരമായിട്ടുണ്ട്. താജ്മഹലിൻ്റെ മോഡൽ കടന്ന് ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടുള്ള 30 ഇനം മാമ്പഴങ്ങളും ഇവിടെയുണ്ട്. അത് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി വാങ്ങിക്കുകയും ചെയ്യാം. പിന്നീട് പല വെറൈറ്റി പക്ഷികളെ, പുസ്തകങ്ങളെ, പെർഫ്യൂമുകളെ, സ്നാക്സുകൾ അടങ്ങിയിട്ടുള്ള വലിയൊരു വിപണന മേളയാണ് ഇവിടെ ഉള്ളത്. ഇവിടേക്ക് വരുന്ന ആൾക്കാർക്ക് ഒരു വലിയ ഷോപ്പിംഗ് എക്സ്പോ അനുഭവം തന്നെയാണ് ഇതിൻ്റെ സംഘാടകർ ഒരുക്കിയിട്ടുള്ളത്. കുട്ടികൾക്കെല്ലാം വളരെ എൻജോയ് ചെയ്യാവുന്നൊരു സെഗ്മെൻ്റാണിത്. പെറ്റ്സിനെ അടുത്തറിയാനും അവയോടൊപ്പം സെൽഫി എടുക്കാനുമുള്ള ഒരു കൗണ്ടറാണിത്. ഇതുവഴി വന്നപ്പോൾ കണ്ട കാഴ്ച നിങ്ങളെ കൂടെ കാണിച്ചു എന്ന് മാത്രമാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് താജ്മഹലിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കാം. ഫോട്ടോസൊക്കെ എടുത്ത് നമുക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റും. ഡൽഹിയിലേക്കൊക്കെ പോയിട്ട് താജ്മഹലിൻ്റെ ഫോട്ടോ ഒക്കെ എടുക്കാൻ ഒരുപാട് ചിലവാണ്. വളരെ ചിലവ് ചുരുക്കിക്കൊണ്ട് നമുക്ക് പത്തനംതിട്ടയിലേക്ക് വന്നു കഴിഞ്ഞാൽ താജ്മഹലിൻ്റെ ഫോട്ടോസ് എടുക്കാം. പിന്നെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിച്ചിട്ടുള്ള വെറൈറ്റി 30 ഇനം മാമ്പഴങ്ങളുണ്ട്. പല വെറൈറ്റി പക്ഷികളുണ്ട്. ഇതെല്ലാം കാണാം, ആസ്വദിക്കാം, പല കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും പത്തനംതിട്ടയിലേക്ക് പോന്നോളൂ. ഇവിടെ വരുന്നവരും കാണുന്ന ഈ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് കൂടി ഇടുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പോൾ വീണ്ടും കാണാം. സൈനിങ് ഓഫ്, നൗഷാദ്.